കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള വിലയേറിയ തിരുനാമത്തിൽ എല്ലാ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും വിനീതമായ വന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടോപ്പിക്കിന്റെ ഒരു വാക്ക് നമുക്ക് കിട്ടുന്നത്. ആരെങ്കിലും വായിക്കാമെങ്കിൽ ലൂക്കോസ് 4:1 വായിക്കാമോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. മതി. എല്ലാ ദൈവമക്കളുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ വേദഭാഗം വായിക്കുകയാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒന്നുകൂടെ പറയാം. യേശു പരിശുദ്ധാത്മാ നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. വളരെ ശ്രദ്ധയോടെ നമുക്കൊന്ന് പോകാം. സൂമിലൂടെ ആണെങ്കിലും ബൈബിളൊക്കെ തുറന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. യോർദാനിൽ എന്താ സംഭവിച്ചതെന്ന് ദൈവമക്കൾക്ക് അറിയാമല്ലോ. യോർദാനിൽ സംഭവിച്ചത് ജലസ്നാനമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, സ്നാനം കഴിഞ്ഞാൽ അടുത്ത കാര്യമാണ് ആത്മനിറവ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്നാനക്കുളം വിട്ട് മടങ്ങി എന്ന അർത്ഥത്തിൽ അതിനെ എടുക്കണം. 1 മാസം മുമ്പ് ഇവിടെ ഒരു സ്നാനം നടന്നു. ഇവിടെ ഈ കോവിഡ് തുടങ്ങിയ പിന്നെ ഒരു 20ഓളം പേര് സ്നാനപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ബോധ്യം, കോവിഡ് സഭയുടെ ഒരു വളർച്ചാ സമയമാണ്. സഭയുടെ ഒരു ഇന്നർ ഹീലിംഗിന്റെ സമയമാണ്. ആന്തരിക ശക്തി വർദ്ധിക്കുന്ന സമയമാണ്. പുറമേയുള്ള വലിയ പബ്ലിസിറ്റിയോ പ്രകടനങ്ങളോ ശക്തി പ്രകടനങ്ങളോ ഒന്നും ഇല്ലാതെ സഭ അകത്ത് വളരുകയാണ്. പിന്നെ ആത്മീയത സ്വന്തമായിട്ട് സൂക്ഷിക്കാത്തവർ ക്ഷീണിച്ചു പോകും. അത് വേറെ വിഷയം. ഇവിടെ ഒരാൾ സ്നാനപ്പെടാൻ വന്നു. അവർ റിട്ടയർഡ് ടീച്ചറാണ്. അവര് ഇച്ചിരി ദൂരെ നിന്നാണ് വന്നത്. അവര് ഫോൺ വിളിച്ച് ഈ പവർ വിഷനും സൂമും എല്ലാം യൂട്യൂബും എല്ലാം കണ്ടാണ് ഫൈനൽ തീരുമാനം എടുക്കുന്നത്. അവര് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് പോകണം. അപ്പൊ അവര് വന്നപ്പോ അവര് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ച് അവർക്ക് കിട്ടിയൊരു അറിവും കിട്ടിയൊരു ബോധ്യവും അവരിലൊരു വലിയൊരു ദാഹമുണ്ടാക്കി. അപ്പം നമ്മളവിടെ സ്നാനത്തിന് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. സ്നാനത്തിന് വേണ്ടി സാക്ഷ്യം പറയാൻ എഴുന്നേറ്റപ്പോൾ നമുക്കറിയാമല്ലോ, അവരുടെ ആത്മനിറവിന് വേണ്ടിയുള്ള അതിയായ ദാഹമാണ് അവരുടെ സാക്ഷ്യത്തിലൂടെ പറയുന്നത്. പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ മുട്ടുകുത്താൻ പറഞ്ഞു. അവർക്ക് വേണ്ടി ഞങ്ങൾ 3 ദേവദാസന്മാരുണ്ടായിരുന്നു, കൈവച്ച് പ്രാർത്ഥിച്ചു.
അവരപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവരതിശക്തമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാവിന്റെ ഒരു വലിയ നിറവിലേക്കും നിയന്ത്രണത്തിലേക്കും വരുന്ന കണ്ടു. അപ്പോ അതിനുശേഷമാണ് അവരെ സ്നാനപ്പെടുത്തിയത്. അപ്പോ ഇവിടെ നോക്കൂ, യേശു സ്നാനം കഴിഞ്ഞിട്ട് പിന്നെ ലൈഫ് അങ്ങ് മാറുവാണ്. കർത്താവിന്റെ ലൈഫ് അങ്ങ് മാറുകയാണ്, മിനിസ്ട്രി അങ്ങ് മാറുകയാണ്. കർത്താവ് മനുഷ്യനാണെന്ന് മറക്കരുത്. കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, അത് മറക്കരുത്. അപ്പോ ലൂക്കോസ് അവതരിപ്പിക്കുന്നത് വാസ്തവത്തിൽ പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവിനെയാണ്. അപ്പൊ അവൻ നമുക്ക് മാതൃകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ് സ്നാനപ്പെടുമ്പോൾ അവൻ ആ മനുഷ്യൻ എന്ന നിലയിലല്ലേ സ്നാനപ്പെടുന്നത്. സ്നാപകൻ അതിനെ വിലക്കിയല്ലോ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഏറ്റവും അധികം റെവലേഷൻ ഉള്ളയാള് അദ്ദേഹം പറയാണ്, അയ്യോ എനിക്ക് നിന്നെ സ്നാനപ്പെടുത്താനുള്ള അധികാരമില്ല. അപ്പൊ കർത്താവ് അവനെ അധികാരപ്പെടുത്തുകയാണ്. ഇപ്പൊ നീ സമ്മതിക്ക്, ഞാൻ പറയുന്ന കേക്ക് എന്ന് പറഞ്ഞ് കർത്താവ് അവനെ കൊണ്ട് സ്നാനപ്പെടുത്തിച്ചു. അവിടെ വെച്ച് ഒരു വലിയ സംഭവം നടന്നു. പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് വിളിച്ചു പറയുകയും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ അത് സംഭവിച്ചു. ലൂക്കോസ് ഒരു പ്രാവിനെ കണ്ടെന്നാണ് എൻ്റെ ചിന്ത, അല്ലെങ്കിൽ ആ ദൃക്സാക്ഷികൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് ഒരു ഊഹമല്ല, നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്കും കൂടെ ദർശിക്കാവുന്നതാണ്. അപ്പൊ ലൂക്കോസ് സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എഴുതുന്ന എഴുത്തുകാരനാണെന്ന് ഒന്നിന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലൂക്കോസ് പറയുന്നത് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ, ആത്മാവിന് ദേഹം ഇല്ലല്ലോ, ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പം നമ്മുടെ അകത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ ശക്തി. നമ്മുടെ ബോഡിയിലും കൂടെ അത് ഇഫക്റ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അത് കാണുകയും ചെയ്യാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇതിനൊന്നും വലിയ പാടൊന്നുമില്ല. വേണമെങ്കിൽ, പിന്നെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ തിരിച്ച് ചിന്തിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വളരെ സിമ്പിളായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ കർത്താവിന്റെ മേൽ ആത്മാവ് വന്നു. അത് എഴുത്തുകാരൻ പറയാണ്, കണ്ടു, ഞങ്ങൾ കേട്ടു. എന്ത് കേട്ടു? പിതാവിന്റെ ശബ്ദം കേട്ടു. പിതാവിനെ കണ്ടില്ല. പുത്രനെ കണ്ടു, പുത്രൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കണ്ടു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ദൃശ്യവും ആയ ഒരു എക്സ്പീരിയൻസ് ആണ് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത്. അത് ഒരു ഊഹമല്ല. ഉദാഹരണത്തിന് 1000 പേരുള്ള ഒരു യോഗത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ രക്ഷാനിർണയത്തിന് വേണ്ടി കൈപൊക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൈപൊക്കിയെന്നിരിക്കും, ചിലപ്പോൾ കൈപൊക്കിയില്ലെന്നിരിക്കും. പക്ഷെ അവന്റെ ഉള്ളിൽ അവൻ കർത്താവിനെ സ്വീകരിച്ചു. അത് ഞാൻ അറിയുന്നില്ല, അടുത്തിരിക്കുന്ന നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാഭിഷേകം അങ്ങനെയല്ല, ഒരിക്കലുമല്ല. പരിശുദ്ധാത്മാഭിഷേകം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആള് പ്രാപിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കും. അറിഞ്ഞില്ലെങ്കിൽ പ്രാപിച്ചില്ലെന്നേ ഉള്ളൂ, ചുമ്മാ അഭ്യാസം എടുക്കുന്നു അത്. അപ്പൊ അത് 100% അതിന്റെ സത്യമായ ഉപദേശം നിങ്ങളോട് പറയുകയാണ്. കാലം മാറി മാറി വരിക. ഇപ്പൊ അഭിഷേകം പ്രാപിക്കാത്തവരുടെ എണ്ണം വളരെ കൂടുതലാ. നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ആഭരണം മെൻഷൻ ചെയ്തിട്ടില്ല.
പക്ഷെ അഭിഷേകം മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാര്യത്തിന് ഗൗരവം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരെ കമ്മിറ്റിയിലാക്കരുതെന്ന് ഭരണഘടനയ്ക്കകത്തുണ്ട്. അപ്പൊ സ്ഥാപകരുടെ ദർശനം കണ്ടു. അപ്പൊ ഞാനിത് നമ്മുടെ ഒരു മഹായോഗത്തിൽ ചോദിച്ചു, ഇരിക്കുന്ന ബോർഡ് മെമ്പേഴ്സൊക്കെ അഭിഷേകം പ്രാപിച്ചതാണോ? അപ്പൊ അവിടെ ഇരുന്ന ഒരു സീനിയർ ലീഡർ ഉറക്കെ പറഞ്ഞു, ആ പ്രാപിച്ചതാണെന്ന് എഴുതി തന്നിട്ടാണ് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഫോമിനകത്ത് അങ്ങനെ പൂരിപ്പിച്ചാൽ മതി. ലീഡേഴ്സിന്റെ ദർശനം എത്ര ഭയങ്കരമായിരുന്നു അല്ലേ? ലീഡേഴ്സിന്റെ ദർശനം എത്ര ഭയങ്കരമായിരുന്നു. കുമ്പനാട് ഒരിക്കൽ കൺവെൻഷന് പന്തലിന്റെ കുഴി കുത്തുക ഒരാള്. കുഴി കുത്തിയിട്ട് ഇയാൾക്ക് ഈ അലവാങ്ക് കമ്പി ഇങ്ങനെ കുത്തി കുത്തി കുഴി അങ്ങ് കുളം പോലെ ആവുക. അതാ കറക്റ്റ് കാലിന്റെ വലിപ്പത്തിൽ കുത്തിയാലേ ഉറച്ചു നിൽക്കത്തുള്ളൂ. അപ്പൊ ഞാൻ കേട്ടത്, ഉണ്ണുണ്ണി സാർ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, ബ്രദർ അഭിഷേകം പ്രാപിച്ചതാണോ? അല്ല. എന്നാ ആ കമ്പി അവിടെ വെച്ച് പോകാൻ പറഞ്ഞു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കൺവെൻഷന്റെ കാല് കുഴിച്ചിടണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണമായിരുന്നു. ഇന്നാണെങ്കിൽ ആ സാധനം വാട്സപ്പിൽ എടുത്ത് വെളിയിൽ ഇട്ടിട്ട് വലിയ ബഹളം ഉണ്ടാക്കും. പന്തൽ കുഴിച്ചിരുന്ന ആളെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വിട്ടു, അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയേനെ. പിന്നെ എന്റെ കാര്യം പറയാം. കോട്ടയം വടവാതൂർ ശാലയം IPSCയില് ഒത്തിരി ചെറുപ്പക്കാർ വളർന്നു വരുന്ന ഒരു സമയമാണ്. ഞങ്ങളൊക്കെ ടീനേജേഴ്സാണ്. അപ്പൊ ഞങ്ങൾക്കൊരു 3-4 മാസം കൂടുമ്പോഴാണ് ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ കിട്ടുന്നത്. ഇൻസ്ട്രുമെന്റ് എന്ന് പറയാൻ കീബോർഡ് ഇല്ല, ഹാർമോണിയം ഇല്ല, ഗിറ്റാർ ഇല്ല, ഡ്രം, പിന്നെ ഇങ്ങനെ കുലുക്കുന്ന ഒരു 3-4 ഐറ്റം ഉണ്ട്, കിലിക്കൻ ടൈപ്പ്. അപ്പൊ ഈ ഡ്രമ്മാണ് എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട സാധനം. അതൊന്ന് കിട്ടണമെങ്കിൽ ഒരു റൗണ്ട് കറങ്ങി വരുമ്പോഴത്തേനും ചിലപ്പം 8 ആഴ്ച 12 ആഴ്ചയൊക്കെ വരും. അങ്ങനെ ഒരാഴ്ച ഡ്രം ഞാൻ ഓടിച്ചെന്ന് കൈവശപ്പെടുത്തി. ആദ്യത്തെ പാട്ടിന് ഞാൻ ഒരുവിധം നന്നായിട്ട് താളം അടിക്കുകയാണ്. എനിക്ക് താളമുണ്ട്, ഡ്രം അടിക്കാൻ അറിയാം. അടിച്ചിങ്ങനെ മൂപ്പിച്ചോണ്ടിരിക്കുമ്പോ സഭായം നടത്തുന്ന ഞങ്ങളുടെ ലോക്കൽ പാസ്റ്ററുടെ പേര് KM ജോസഫ് എന്നാ. ഇന്ന് അദ്ദേഹം വളരെ വാർദ്ധക്യത്തിൽ വീട്ടിൽ വിശ്രമിക്കുന്നു. പിന്നീട് അദ്ദേഹം ജനറൽ പ്രസിഡന്റും സ്റ്റേറ്റ് പ്രസിഡന്റും ഒക്കെ ആയി. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പാട്ട് നിർത്തുന്ന മൈക്കിൽ കൂടെ പറഞ്ഞു. ചെറിയൊരു മൈക്കുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ എന്റെ ഡ്രം അങ്ങ് തട്ടിപ്പറിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, 12 ആഴ്ച കാത്തിരുന്ന് കിട്ടിയതാ. നമുക്ക് ദണ്ണം ഉണ്ടാവുമോ? തട്ടിപ്പറിച്ചു. എന്നിട്ട് മൈക്കിൽ കൂടെ ചോദിക്കുക, ഇവിടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആരും ഇല്ലേ ഡ്രം കൊട്ടാനെന്ന്. അങ്ങനെ അഭിഷേകം പ്രാപിച്ച 10-60 വയസ്സുള്ള ഒരു അപ്പച്ചൻ്റെ കൊണ്ട് ഡ്രം കൊട്ടാൻ കൊടുത്തു. ഞങ്ങൾക്ക് പിള്ളേർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമുക്കതിനെ ഇന്നത്തെ പോലെ പ്രതികരിക്കാനുള്ള വേദികളില്ലല്ലോ. അത് ഒന്നും പ്രതികരിക്കാൻ ഒക്കാഞ്ഞതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ താളം ഒപ്പിക്കുക. ഇങ്ങനെ താളം ഒപ്പിച്ചുകൊണ്ടിരുന്ന ആത്മനിറവിലൊന്നും പാടാൻ പറ്റുകയില്ല. ചുരുക്കി പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കാത്തവരെ ഡ്രമ്മ് പൊട്ടിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അഭിഷേകം പ്രാപിക്കാത്തവർക്ക് കാല് കുഴിച്ചിടാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എവിടെയാ വരാൻ മേലാത്ത? ഏത് പൊസിഷനിലും വരരുതോ? ശരിയാണോ ഞാൻ പറഞ്ഞേ? എന്താ അതിന്റെ കാര്യം? അതൊന്നും വലിയ ഒരു കാര്യമൊന്നും അല്ല. എന്നാന്നറിയാവോ? അഭിഷേകം പ്രാപിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാനാ? അപ്പൊ അത് പതുക്കെ ഡീഗ്രേഡ് ചെയ്തു. ഇമ്പോർട്ടൻസ് നമ്മുടെ ഇടയിൽ കുറച്ചു. പിന്നെ പ്രഭാഷകരായ കഴിവുള്ള ആളുകൾ പ്രഭാഷണ മധ്യേ ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ചു. കിട്ടുന്ന അവസരത്തിലൊക്കെ ഒരു തട്ടും. എങ്ങനെയാണെന്നറിയാവോ? ചുമ്മാ കുറച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. വചനം പഠിക്കണം. അപ്പോ വചനം പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷെ ചുമ്മാ കുറച്ച് അന്യഭാഷ പറഞ്ഞാലെന്നുള്ള ആ ഡയലോഗ് തലമുറയ്ക്ക് ദോഷം ചെയ്യും.
കാരണം പിള്ളേർ എന്നോട് ചോദിക്കുക, ചുമ്മാ പറയാൻ പറ്റുമോ സാറേ? അപ്പോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ദൂരവ്യാപകമായ ദോഷം ചെയ്യുകയാണ്. പിന്നെ അടുത്തൊരു പ്രയോഗമാണ്, ഇവിടെ വചനമാണ് പ്രധാനം, പ്രവചനമല്ല. ഓക്കെ, അപ്പോ പ്രവചനം വേണോ? പ്രവചനം ഉണ്ടോ അതോ ഇല്ലേ? നിങ്ങൾ നിർത്തിയോ അതൊക്കെ? പ്രവചനപരം മാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അപ്പോ ഇവിടെ വചനത്തിനാണ് പ്രാധാന്യം എന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? അവിടെ ആത്മനിറവിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറെക്കുറെ അങ്ങ് ഇല്ലാണ്ടാവുക. ഇങ്ങനെ ക്രമേണ പരിശുദ്ധാത്മാവിന്റെ നിറവും നിയന്ത്രണവും ഇല്ലാത്ത കൂട്ടങ്ങളായി പെന്തക്കോസ്ത് സഭകൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ദുഃഖത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ നിന്നൊരു മടങ്ങിവരവ് നമുക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തിലേക്ക് നോക്കാം. യേശു കർത്താവ് സ്നാനമേറ്റപ്പോൾ 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. പിതാവിന്റെ ശബ്ദം കേട്ടു, പക്ഷെ പരിശുദ്ധാത്മാവിനെ കണ്ടു. പരിശുദ്ധാത്മാവിനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് ആശയം വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്. കാണാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പരിശുദ്ധാത്മാവിന്റെ ആഗമനം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വന്നത് ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ദൃശ്യാവിഷ്കരണം എന്ന നിലയിൽ എഴുതുകയാണ്. കാണാവുന്നത് പോലെ ഒരു അനുഭവം അവിടെ ഉണ്ടായി. സ്തോത്രം. അതിനുശേഷമുള്ള കാര്യമാണ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അപ്പൊ സ്നാനക്കുളത്തിൽ വെച്ച് ഉണ്ടായ ആ സംഭവം യേശുവിനെ, ആ സ്നാന കടവിൽ വെച്ചുണ്ടായ സംഭവം ശ്രദ്ധിക്കുക. യേശു കർത്താവിന്റെ ഭൂമിയിലെ ജീവിതത്തെയും ശുശ്രൂഷയെയും ആകമാനം മാറ്റിമറിച്ചു. ഒന്നുകൂടെ പറയാം. ആ സ്നാനക്കുളത്തിൽ വെച്ചുണ്ടായ സംഭവം യേശു കർത്താവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെയും ശുശ്രൂഷയെയും ആകമാനം മാറ്റിമറിച്ചു. നോക്കുക എന്താണ് സംഭവിച്ചത്. 3 കാര്യങ്ങൾ ആ ഒരു വാക്യത്തിൽ നമുക്ക് കാണാം. മലയാളത്തിൽ വായിച്ചല്ലോ, ഇനി ഞാനൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം, ആംപ്ലിഫൈഡ് വേർഷൻ. ഇപ്പോ ഈ മൊബൈലിലൊക്കെ ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഒരു പൈസയില്ല. ഇന്നലെ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്തു. അദ്ദേഹം അത് നോക്കിയപ്പോൾ പറഞ്ഞു, അയ്യോ ഞാനിങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പണ്ടിത് മേടിച്ചത് ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഒരു സഹോദരനോട് പറഞ്ഞ് മേടിക്കുകയായിരുന്നു. അതിന് 3000 രൂപ ഉണ്ടായി. കുറച്ചുകൂടെ നമുക്ക് ആശയ സമ്പുഷ്ടമാണ്, പഠിക്കാൻ നല്ലതാണ്. അപ്പൊ കേട്ടാട്ടെ, ഞാനൊന്ന് വായിക്കാമേ. Then Jesus
full of and controlled by the Holy Spirit. ആ കൺട്രോൾഡ് ബൈ എന്നുള്ള വാക്ക് നമ്മുടെ മലയാളം ബൈബിളിൽ ഇല്ല. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി എന്നാണ് മലയാളം ബൈബിൾ. ഇവിടെ നിറഞ്ഞു എന്നുമുണ്ട്, കൺട്രോൾ എന്നുമുണ്ട്. അതുവഴിയാണ് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. Then Jesus full of എന്ന് പറഞ്ഞാൽ നിറവ്, നിറഞ്ഞു, full of and controlled by the Holy Spirit. ഇതാണ് നമ്മുടെ ക്ലാസിന്റെ ടോപ്പിക്, അതിന്റെ പേര് കൺട്രോൾഡ്, സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്. അപ്പൊ യേശു ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഒന്ന് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? പ്രിയപ്പെട്ടവരെ, ഒത്തിരി കഠിനമായ രീതിയിൽ പറയാതെ സിമ്പിളായിട്ട് പറയട്ടെ, നിറവുണ്ടേലേ നിയന്ത്രണമുള്ളൂ. നിറവിൽ നിന്നാണ് നിയന്ത്രണം വരുന്നത്. അപ്പൊ നിറവും നിയന്ത്രണവും അത് നമുക്കൊന്ന് ധ്യാനിക്കണം ഇന്ന്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വാക്ക് നോക്കാം. മൂന്നാമത്തെ വാക്ക് and was led by the Holy Spirit. ലീഡിങ്. അപ്പം ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, കൺട്രോൾഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. 3 level എക്സ്പീരിയൻസ്. സ്തോത്രം, 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 സ്തോത്രം. നിറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടും, നിയന്ത്രിച്ചാൽ നടത്തപ്പെടും. അപ്പൊ നിറവ്, നിയന്ത്രണം, നടത്തിപ്പെടും. ഗ്ലോറി, ഹല്ലേലൂയ. നിറവ്, നിയന്ത്രണം, നടത്തിപ്പെടും. നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിപ്പോകാൻ, കർത്താവിന്റെ കൃപയിലൊന്ന് ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് പോകാം. ഇഷ്ടംപോലെ പ്രസംഗം ഇപ്പൊ സൂമിലൂടെ ഒക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്ന് അല്പം കൂടി ഒന്ന് സിൻസിയറായിട്ട് നമുക്കൊന്ന് നോക്കാം, ഈ പറയുന്ന എന്താ സംഭവം. നിറവ്, നിയന്ത്രണം, നടത്തിപ്പ്. നിറവ്, നിയന്ത്രണം, നടത്തിപ്പ്. അപ്പൊ അതിലേക്ക് പോകണമെങ്കിൽ അതിനൊരു ബിഗിനിങ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ ലൂക്കോസ് 1 വരാം. ഒന്നാം അധ്യായം ഇതൊരു 3 ദിവസത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് വചനം നന്നായിട്ട് അതിന്റെ ഒരു ചിട്ടയോടെ പോകാം. ലൂക്കോസ് 1 അധ്യായം 26 മുതൽ ഇനി വായിച്ചു വരുമ്പം ദൂതൻ കർത്താവിനോട് സംസാരിക്കുന്നു. ഓക്കെ, സംസാരിച്ച വിഷയം എന്താന്ന് ചോദിച്ചാല്, ഒരിക്കലും, ഗ്ലോറി ടു ഗോഡ്, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതും സംഭവിക്കാൻ 101% സാധ്യതയില്ലാത്തതുമായ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് മാലാഖ പറയുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതും 100% സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ, ഇമ്പോസിബിൾ ആയ ഒരു കാര്യം ദൈവത്തിന് ദൂതൻ പറയുകയാണ്. ഞാൻ വിഷയം വിട്ടൊരു മെസ്സേജ് നിങ്ങളോട് പറയട്ടെ. സാധ്യതയില്ലാത്ത കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? സാധ്യതയില്ല, ഇമ്പോസിബിൾ എന്ന് എഴുതി വച്ചിരിക്കുന്ന വിഷയമുണ്ടോ? എങ്കിൽ വചനം നിങ്ങളോട് ഇന്ന് രാത്രി ഇടപെടുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ഇമ്പോസിബിളിന്റെ
ആ ഇമ്മങ്ങ് വെട്ടിക്കളയണം. പോസിബിൾ എന്ന് എഴുതണം. ഇന്നലെ വരെ ഇമ്പോസിബിൾ എന്ന് എഴുതി വെച്ചെടുത്ത് പോസിബിൾ വിത്ത് ഗോഡ് എന്ന് എഴുതണം. പോസിബിൾ വിത്ത് ഗോഡ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? താങ്ക് യു. അപ്പോ ഇങ്ങനെ പറയുകയാണ്. ഓക്കെ, കേൾക്കണേ. ദൂതുകൾ ഉള്ളത് അങ്ങനെ പോവും, ക്ലാസ് പതുക്കെ പോവും. ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ഈ മേരിക്ക് ആകെ ഡൗട്ടായി. വാക്യം 34 മാത്രം ഒന്ന് വായിക്കാവോ? മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ചരിത്രം അവിടെ നിർത്തിയിട്ട് ഞാൻ മെസ്സേജ് അങ്ങ് പങ്കുവെക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. നിന്റെ ബോഡിയിൽ, നിന്റെ മൈൻഡിൽ, നിന്റെ സ്പിരിറ്റിൽ ഒരു ആത്മശക്തി വെളിപ്പെട്ടാൽ അസാധ്യമെന്ന് പറഞ്ഞത് സാധ്യമാകും. ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഈ സൂം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ നിഷേധിക്കാൻ കഴിയാത്ത വിധം, കോരി തരിപ്പിക്കുന്ന വിധം പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനം നിങ്ങളുടെ ശരീരത്തിൽ, ദേഹിയിൽ നടക്കട്ടെ എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കയില്ലെന്ന് പറഞ്ഞ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ചില സൗഖ്യങ്ങള്, ചില രൂപാന്തരങ്ങള്, ചില സൃഷ്ടിപ്പുകള്. ഇംപോസിബിൾ എന്ന് എഴുതി വെച്ച ചിലത് പോസിബിൾ എന്ന് തിരുത്തി എഴുതട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ, ഈ മീറ്റിംഗിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് തന്ന നിയോഗത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ചില അസാധ്യമെന്ന് എഴുതിയ കാര്യത്തിന്റെ മേൽ ഇന്ന് രാത്രി വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിച്ച് ചിലതിനെ പുതുതാക്കി സൃഷ്ടിക്കുന്നതിനാൽ സ്തോത്രം. ഓ റബാന ഹദൽഖമനബാര ഹദുരജനാദലാഷിയാര റീബലഖബരാബല. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇപ്പോൾ ബോംബെയിൽ ഇരുന്നുകൊണ്ട് അല്ല, വിവിധ ഭാഗങ്ങളിൽ, വീടുകളിൽ ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കൈകൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നമ്മൾ വെറുതെ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അല്ലിത്. വചനം പറയുമ്പോൾ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി ഒരു വ്യത്യസ്ത അനുഗ്രഹം കരുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടമാണിത്. വെറുതെ ഒരു അറിവ് വർദ്ധിക്കാനുള്ള മീറ്റിംഗ് അല്ലിത്, അതിലുപരി ആത്മശക്തി പകരപ്പെടുന്ന മീറ്റിംഗ് ആണിത്. താങ്ക് യു ജീസസ്. ആമേൻ. നാം ഈ മീറ്റിംഗ് ആരംഭത്തിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളൊക്കെ നമ്മളെ ആത്മനിറവിലേക്കും ചലനങ്ങളിലേക്കും ജീവനിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്ന ഗാനങ്ങളാണ്. അതെ, നമ്മൾ വ്യത്യസ്തമായൊരു കൂട്ടമാണ്. നമ്മൾ ഇവിടുത്തുകാരൊന്നും അല്ലെന്നേ, ഇതെല്ലാം ടെമ്പററി ലൈഫാണെന്നേ. എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതിയെന്നൊക്കെ പാടുമ്പോ എന്താ ഹല്ലേലൂയ. ഈ കോവിഡൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സൺഡേ സ്കൂളിന്റെ ഒരു വൺഡേ ക്യാമ്പ് നടക്കുകയായിരുന്നു. സൺഡേ സ്കൂളിന്റെ വൺഡേ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, കൊച്ചു പിള്ളേരല്ലേ. അപ്പൊ അതിനകത്തൊരു കൊച്ചു പയ്യൻ അന്ന് പാട്ട് പാടുക, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാ മതി. പാട്ട് കഴിഞ്ഞ് ഞാൻ അവനെ വിളിച്ചു മാറ്റിയിട്ട് ചോദിച്ചു, സത്യമാണോ, നെഞ്ചത്ത് കൈവച്ച് പറയാവോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ അങ്ങളെ ഞാൻ ചിന്തിച്ചു പോലും ഇല്ലെന്നു. നിങ്ങക്ക് മനസ്സിലായോ? ഈ യുഗത്തിലെ മായാസുഖം. സ്മാർട്ട് ഫോൺ മേടിക്കാഞ്ഞിട്ട് വീട്ടിൽ കിടന്ന് തലകുത്തി മറിഞ്ഞ് വഴക്കുണ്ടാക്കുക.
1.5 ലക്ഷത്തിന്റെ സ്മാർട്ട് ഫോൺ ആ കൂട്ടുകാരനെ ഇരിക്കുന്നത്. എനിക്ക് അത് വേണമെന്നും പറഞ്ഞ് രാവിലെ അടി കൂടിയ പുള്ളി ഇവിടെ വന്ന് പാടുകയാണ്, ഇഹത്തിലെ ഭായാസുഖം വിട്ടാ മതി. ചുമ്മാ പറയുക, ചിന്തിക്കാതെ പാടാൻ എന്ത് എളുപ്പല്ലേ. ഇന്ന് ആ പാട്ടൊടി പാടി എനിക്ക് സന്തോഷം തോന്നി. പ്രത്യാശയുള്ള ദൈവജന കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. നമ്മൾ വേറൊരു ടൈപ്പാകട്ടോ, നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെന്റാ. നമ്മൾ വെറുതെ കൂടുന്ന ഒരു കൂട്ടമൊന്നുമല്ല. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വരും, നമ്മൾ പോവുകയും ചെയ്യും. ഈ എയർപോർട്ടിലൊക്കെ ചെന്ന ഭയങ്കര രസമായി. കോവിഡ് വന്ന പിന്നെ കുഴപ്പമില്ല. എയർപോർട്ടിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ പോകാൻ നിൽക്കുന്നതല്ല, ഒരാളെ വിടാൻ വേണ്ടി 40 പേരൊക്കെയാ വരുന്നത്. ഇവരിങ്ങനെ നോക്കി നിൽക്കും, ഈ കുറച്ച് പേര് കയറി അങ്ങ് പോവുകയും ചെയ്യും. അവര് പിന്നെ കുറെ നേരം അവിടെ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ച് അപ്പുറത്ത് കയറി ഒരു ചായയും കുടിച്ച് ബോണ്ടായി തിന്നച്ച് വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. Praise the Lord. Praise the Lord. Hallelujah. 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 ഇതൊരു വ്യത്യസ്ത കൂട്ടമാണ്. ഇതൊരു വ്യത്യസ്ത കൂട്ടമാണ്. കൈകൾ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോ മറിയ ദൂതനോട് ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും? സംഭവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നേ. ഞാൻ ചോദിക്കട്ടെ, സംഭവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ ദൂതം വരണോ? സംഭവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെ പിന്നെ ഹോളി സ്പിരിറ്റ് വരണോ? അപ്പൊ ഞാൻ പച്ചയായിട്ട് ചോദിക്കുക, പോസിബിൾ ആയ കാര്യത്തിന് ഹോളി സ്പിരിറ്റിന്റെ സഹായം വേണ്ട. ഇംപോസിബിൾ ആയ കാര്യം എത്ര പേർക്കുണ്ട്? ഇംപോസിബിൾ, ഇംപോസിബിൾ. നിങ്ങൾക്കാണ് ഹോളി സ്പിരിറ്റിന്റെ ആവശ്യം. താങ്ക് യു ജീസസ്. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? How can this be since I have no husband? Since I have no husband. എനിക്ക് ഈ നിമിഷം വരെ ഭർത്താവില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യം എങ്ങനെയാ നടക്കണേ എന്റെ ഗബ്രിയേൽ സാറേ? Since I have no husband. കല്യാണം ആലോചിച്ചതേ ഉള്ളൂ. മാലാഖയോട് പറയാ, വിവരക്കേട് പറയരുതെന്ന്. And Mary said to the angel, how can this be since I have no husband? ഈ നിമിഷം വരെ എനിക്ക് ഭർത്താവില്ലെന്നേ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പ്രകൃതിയിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാ ദൂതം പറയുന്നത്. എന്നെ കർത്താവ് ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്, മെഡിക്കൽ സയൻസിന് അപ്പുറം ചിലത് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ നാമത്തിൽ മെഡിക്കൽ സയൻസിനപ്പുറം ചിലത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. Glory to God. കർത്താവേ, അത് വിശ്വസിച്ച് സ്വീകരിക്കുന്നവർക്ക് തിരിച്ചറിയാവുന്ന വിധത്തിൽ ഇന്ന് രാത്രി സംഭവിക്കണമേ. ഒരു അടയാളമായിട്ട് പ്രവർത്തിക്കണമേ. ഇന്ന് രാത്രി മീറ്റിംഗ് തീരുമ്പോൾ തുടങ്ങിയതുപോലെയല്ല, ആള് മാറിയതുപോലൊരു അനുഭവം കർത്താവ് നൽകുന്നതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. അപ്പോൾ ദൂതന്റെ മറുപടി, the Holy Spirit will come upon you and the power of the Most High will overshadow you like a shining cloud. And so the holy thing which shall be born of you will be called the Son of God.
പരിശുദ്ധാത്മാവ് ഒരു മേഘം പോലെ നിന്റെ മേൽ വന്ന് വീണ് കഴിയുമ്പോൾ അസാധ്യമെന്ന് നീ പറഞ്ഞ കാര്യം സംഭവിക്കും. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവ് ഒരു മേഘം പോലെ, ലൈക്ക് എ ക്ലൗഡ്, നിന്റെ മേൽ വന്ന് വീണ് കഴിയുമ്പോൾ അസാധ്യമെന്ന് നീ കഴിഞ്ഞ മിനിറ്റിൽ പറഞ്ഞ കാര്യം സാധ്യമാകും. പ്രിയ ദൈവ ജനമേ, വെറും ഒരു തണുത്ത വിശ്വാസിയായി, മരവിച്ച വിശ്വാസിയായി, പഴയ തഴമ്പും തലോടിക്കൊണ്ടിരിക്കാതെ ഇന്ന് രാത്രി പുതിയ ഒരു അനുഭവം സ്വീകരിക്കണം. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ, ജനത്തിന്റെ ഇടയിൽ നീ വലിയ മാറ്റങ്ങളെ വരുത്തണമേ. വിശേഷാൽ യൗവനക്കാരുടെ ഇടയിൽ വലിയ ആത്മപകർച്ച അയക്കണമേ. ഇത് സൂം ആണെങ്കിലും വീട്ടിലാണെങ്കിലും, ഓ ഹല്ലേലൂയ, ശരീരത്തെ മനസ്സിനെ മൊത്തമായിട്ട് പരിശുദ്ധാത്മാവ് സ്വാധീനിക്കുന്നതിനായി സ്തോത്രം. The Holy Spirit will come upon you, and the power of the Most High will overshadow you like a shining cloud. ഇതിന്റെ ആത്മാവ് ഒരു പ്രകാശമുള്ള മേഘം പോലെ നിന്റെ മേൽ വന്ന് വീട് കഴിയുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാക്കും. നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. നിങ്ങളുടെ പ്രായം ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. ഇതുവരെയുള്ള പരിചയങ്ങൾ ഒന്നും ദൈവത്തിന് വിഷയമല്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആള് മാറിയതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതിനകത്തുനിന്ന് ചിലരെ കർത്താവ് ഇന്ന് രാത്രി വേർതിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ. Glory, 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 glory. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകാം. അപ്പോ യേശു കർത്താവിന്റെ ജീവിതത്തിൽ യോർദാനിൽ വെച്ച് നടന്നത് രണ്ടാമത്തെ അനുഭവമാണ്. ഹോളി സ്പിരിറ്റിന്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്, നോട്ട് ഫസ്റ്റ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അടിസ്ഥാനപരമായ ഒരു പാഠമാണത്. യേശു കർത്താവിന്റെ ലൈഫിൽ, ഭൂമിയിലെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല യോർദാനിൽ സംഭവിച്ചത്, സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. യേശു കർത്താവ് ജനിച്ചത്, വചനം ജഡമായി തീർന്നു. യോഹന്നാൻ 1:14. വചനം എങ്ങനെ ജഡമായി തീർന്നത്? പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. അത് യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ വചനം ജഡമായി തീരും. അപ്പം ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പരിശുദ്ധാത്മ ഇടപെടൽ, എൻകൗണ്ടർ, ഫസ്റ്റ് എൻകൗണ്ടർ ലൂക്കോസ് 1:34 34, 35, 36. എന്നാൽ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് 3:21-22. രണ്ടാമത്തെ അനുഭവമാണ്. സ്തോത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ ആഗ്രഹിച്ച കൊതിയോടെ വന്ന ദൈവജനത്തോട് പറയുകയാണ്, മൂന്നാമത്തെ എക്സ്പീരിയൻസ് ആണ് 4:1. അത് സാധാരണ ആരും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പുസ്തകത്തിലൊക്കെ ഉണ്ട്, പക്ഷെ എംഫസിസ് ചെയ്യുന്നില്ല.
എന്താണ് മൂന്നാമത്തെ അനുഭവം? മൂന്നാമത്തെ അനുഭവം സ്പിരിറ്റ് കൺട്രോൾഡ് എക്സ്പീരിയൻസ്. അപ്പോ ഒന്ന്, ആത്മാവിനാലുള്ള ജനനം. രണ്ട്, ആത്മനിറവ്. മൂന്ന്, ആത്മനിയന്ത്രണം. നാല്, ആത്മനടത്തിപ്പ്. അഞ്ച്, ആത്മശക്തി. ഏതായാലും അങ്ങ് എഴുതിക്കോ, അത് കഴിഞ്ഞ് വാക്യങ്ങൾ കാണിക്കാം. അഞ്ച്, ആത്മശക്തി, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആറ്, ദ അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഏഴ്, ദ മിനിസ്ട്രി ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇനി വാക്യങ്ങൾ പറയാം. ഒന്നാമത്തേത് ലൂക്കോസ് 1:34-35, ആത്മാവിനാലുള്ള ജനനം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണെന്ന് യോഹന്നാൻ 1:12-13 ദൈവമക്കൾക്ക് അറിയാമല്ലോ. കൂടാതെ യോഹന്നാൻ 3:1-16 വരെയുണ്ട്, ദൈവമക്കൾക്ക് അറിയാമല്ലോ, വീണ്ടും ജനനം. അതിന്റെ പേര് ആത്മാവിനാലുള്ള ജനനം എന്നാണ് എന്നും അറിയാമല്ലോ. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ പരിശുദ്ധാത്മ പ്രവർത്തനം. ഏതാണത്? വീണ്ടും ജനനം. അത് ആത്മാവിനാലാണ് സംഭവിക്കുന്നത്. ആത്മാവും വചനവും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പുതുജനനം സംഭവിക്കുന്നത്. അതാണ് വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം. വെള്ളം എന്ന് പറഞ്ഞാൽ വാഷിംഗ് വിത്ത് ദ വാട്ടർ ഓഫ് വേർഡ്. അപ്പോ പ്രൈസ് ദി ലോർഡ്, വചനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുമ്പോൾ നടക്കുന്ന ഒന്നാമത്തെ അനുഭവമാണ് പുതു സൃഷ്ടിയാകുക, വീണ്ടും ജനിക്കുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്ന അനുഭവം. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അവിടെ കൂടുതൽ സമയം ലൂക്കോസ് 3:21-22 വാക്യങ്ങളിൽ കണ്ടത്. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. ഇതെന്തിനാ ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതുപോലെ തന്നെ നമുക്കും വാക്യം ഓർമ്മയുണ്ടല്ലോ, ഞാനൊന്ന് പറയട്ടെ. നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പം കർത്താവാണ് നമ്മുടെ മോഡല്. കർത്താവ് ആത്മാവിൽ എങ്ങനെ ചലിച്ചു, ഇതാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. നാമും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ്. രണ്ട്, യേശു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അഥവാ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നു, താൻ നിറഞ്ഞു. യോർദാനിൽ വെച്ച് 3-ാം അധ്യായത്തിൽ കണ്ടു, 21 മുതലുള്ള വാക്യത്തിൽ. ഇതുപോലെ പരസ്യമായി മറ്റുള്ളവർക്കും കൂടെ ബോധം വരത്തക്ക വിധമുള്ള ഒരാത്മ പരിവർത്തനം നമ്മിൽ നടക്കുന്നതിന്റെ പേരാണ് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത്. ആ അനുഭവത്തെ ആത്മസ്നാനമെന്നും വിളിക്കാം. ആത്മസ്നാനമെന്നും വിളിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് ജനനം, രണ്ട് സ്നാനം അല്ലെങ്കിൽ നിറവ്. മൂന്നാമത്തെ അനുഭവം ആത്മനിയന്ത്രണം.
അതാണ് ലൂക്കോസ് 4:1. സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്. ഓക്കെ. നാലാമത്തേതാണ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. അപ്പൊ ഈ കൺട്രോൾ ചെയ്യുക, നയിക്കുക, ഇത് രണ്ടും നമുക്ക് ഇനിയും ധ്യാനിക്കണം. എന്നാലും പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വന്ന കാര്യം അങ്ങ് തീർക്കട്ടെ. 4 കിട്ടിയല്ലോ. ജനനം, നിറവ്, നിയന്ത്രണം, നടത്തിപ്പ്. 5-ാമത്തേത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ലൂക്കോസ് 4:11 വായിക്കാമോ? നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വേണം, അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും. 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്ന് അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ശക്തി. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ശക്തിയെ ഒഴിവാക്കണ്ട. ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, പക്ഷെ ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, പക്ഷെ ശക്തിയുണ്ട്. വാക്യം 14, യേശു ആത്മാവിന്റെ നിയന്ത്രണത്തിൽ വന്നു എന്ന് 1-ാം വാക്യത്തിൽ പറഞ്ഞെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ പോയി എന്ന് 14-ാം വാക്യത്തിൽ വായിക്കുന്നതിനൊരു അർത്ഥം ഇല്ലേ? അതൊന്നും അവഗണിക്കരുത്. അതിന്റെയൊക്കെ മുമ്പിൽ നിൽക്കണം. അവിടെ ഇടണം, അവിടെ വിരല് വെക്കണം, പ്രാർത്ഥിക്കണം. എനിക്ക് വേണം ഈ പവർ. പറഞ്ഞു വരുമ്പോ ഉദാഹരണങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്. ഏതെങ്കിലും ഒരു ശക്തിയെ കുറിച്ചൊന്ന് മനസ്സിലോർത്തേ. വെള്ളത്തിന്റെ ശക്തി എന്താന്ന് കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലത്തെ പ്രളയത്തിന് കേരളക്കാർക്ക് മനസ്സിലായി. ഒരു ഒറ്റ കെട്ടിടവും സുരക്ഷിതരല്ല വെള്ളം വന്ന. എന്നെ പവറാ. ശരിക്കൊരു ഇടിമിന്നൽ ഉണ്ടായാൽ അതിന്റെ മുമ്പിൽ നിൽക്കാൻ ഈ രാജ്യത്ത് ആർക്കും കഴിയില്ല, ഒന്നിനും കഴിയില്ല. എന്നെ പവറാ. പോട്ടെ, നമ്മുടെ വീട്ടിൽ ഈ വരുന്ന ഇലക്ട്രിസിറ്റി ഇല്ലേ, അതിന്റെ ആ കേബിൾ ഏതെങ്കിലും ഒന്ന് മുറിച്ചൊന്ന് വിരല് വെച്ച് നോക്കി, അപ്പൊ അറിയാം പവർ എന്നാന്ന്. ആരും അബദ്ധമൊന്നും കാണിക്കരുത്. കാരണം അത് സുബോധത്തിന്റെ ആത്മാവല്ല. എന്നാൽ ഇതങ്ങനെയല്ല. കറണ്ട് ഒരു ശക്തിയാ, അത് അടിച്ച ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ആരും മരിക്കുകയല്ല, ജീവിക്കുകയുള്ളൂ. പക്ഷെ there is power. ഇംഗ്ലീഷിൽ നല്ല പാട്ടുണ്ട്. There is power, wonder working power in the precious blood of the Lamb. ശക്തിയുണ്ടെന്നേ, ശക്തിയുണ്ട്. ഉണ്ടോ? പരിശോധിക്ക്. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? Prayerless Christian is a powerless Christian. A powerless Christian is a useless Christian. ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തി ആണോ? ശക്തി എന്ന് പറയുമ്പോ തന്നെ ഒരു ശക്തിയില്ലേ? ചിലര് ഹല്ലേലൂയ പറയുന്ന കേട്ട കഞ്ഞി കുടിച്ചിട്ട് 3 ദിവസമായെന്ന് തോന്നും. Praise the Lord. ശക്തി
ഞാൻ ഒരു ഉദാഹരണം കാണിക്കട്ടെ. ഒന്നാം അധ്യായം, ലൂക്കോസ് 1-ാം അധ്യായം. നിർത്തി വായിക്കണേ, ഒട്ടും ധൃതി വെക്കണ്ട. ലൂക്കോസ് 1-ന്റെ ലൂക്ക് ചാപ്റ്റർ 1:39, 1:39 മുതൽ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സക്കറിയാവിന്റെ വീട്ടിലെത്തി എലീശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലീശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലീശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മതി. അപ്പൊ ശക്തി വന്നാൽ എന്ത് സംഭവിക്കും? എടുത്ത് ചാടും. ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞ് തുള്ളിയെങ്കിൽ തള്ള തുള്ളാതിരിക്കും? അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കി. പണ്ടൊക്കെ നമ്മുടെ യോഗത്തിന് പോയിച്ചു വരുമ്പോ ആൾക്കാർ ചോദിക്കുന്ന തുള്ളാൻ പോയോന്നാ. ഇപ്പം വെറുതെ അപവാദം പറയുന്ന, ഇപ്പൊ ആരും തുള്ളുന്നില്ല, ചുമ്മാ നുണ പറയുവാന്ന്. എന്ത് കഷ്ടല്ലേ? പാട്ട് പാടുമ്പോഴൊന്നും അങ്ങനെ ഒരു തുള്ളലൊന്നും ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇല്ല. ഉണ്ടോ? തുള്ളലുകാരെന്നാന്നേ നമ്മളെ വിളിച്ചോണ്ടിരുന്നത്. പണ്ടും അങ്ങനെ സഭാചരിത്രത്തിലും അങ്ങനെ ഒരു കൂട്ടരുണ്ട്, വിറയ്ക്കുന്നവർ. എനിക്ക് തോന്നുന്നു ക്വൈക്കേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാന്ന് തോന്നുന്നു. ജോൺ വെസ്ലിയുടെയൊക്കെ വചന ശുശ്രൂഷയെ കുറിച്ച് ബുക്കുകൾ വായിച്ചു നോക്കണം. അബ്ലൈസ് ഫോർ ഗോഡ് എന്നൊരു ബുക്കുണ്ട്, ദൈവത്തിനായി പ്രശോഭിക്കുക. ആ ബുക്കിനകത്ത് ജോൺ വെസ്ലിയുടെ പ്രസംഗം കേട്ട ആളുകള് ഇരുന്നിടത്തിരുന്ന് വിറക്കിയായിരുന്നു എന്ന്. മണിക്കൂറുകൾ, വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ. ഗ്ലോറി. ഇനിയും അടുത്തത് 41-ാം വാക്യത്തിലൂടെ നോക്കിയേ. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഉച്ചത്തിൽ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. ആത്മനിറവ് വന്നാലേ ഒച്ച വരുള്ളൂ. ഇല്ലെങ്കിൽ കോഴിക്കുഞ്ഞ് കരയുന്ന പോലെ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഈ വർഷിപ്പിൽ ലീഡ് ചെയ്യുന്ന സഹോദരന്മാരും ദൈവാസന്മാരും ഒക്കെ പറയും, കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി, കുറച്ചുകൂടെ. എങ്ങനെ ഉയർത്താനാ? ആരെ കൊണ്ട് പറ്റൂ ഉയർത്താൻ? ഇത്രയൊക്കെ ഉയരുള്ളൂ. ആത്മശക്തി വന്നാലുണ്ടല്ലോ പിന്നെ ശബ്ദത്തിന് ഒരു നിയന്ത്രണവും ഇല്ല. 75 വയസ്സുള്ള അമ്മച്ചിയുടെ ഒച്ച നിങ്ങൾ കേട്ടോ? അതെ, ഈ വാക്യത്തില് 1:41 എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഓ, ഭയങ്കര ശബ്ദത്തിലാ പറയുന്നത്. എന്താ കാര്യം? അഭിഷേകം. ശക്തി. ശക്തി എന്നുള്ള വാക്കാ പറഞ്ഞു വരുന്നത്. ശക്തി. നമ്മുടെ മീറ്റിങ്ങുകളിൽ ജ്ഞാനം മാത്രം മതിയോ സഹോദരന്മാരെ? ശക്തി വേണ്ടേ? നമുക്കൊന്ന് മടങ്ങി വരണ്ടേ? ഒന്ന് കരഞ്ഞുകൂടെ? കർത്താവേ, ആ ശക്തി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഒന്ന് അയക്കണമേ. അപ്പോ എങ്ങനെയാ ഈ ചലനം ഇവിടെ ഉണ്ടായതെന്ന് നോക്കിയേ. 41-ാം വാക്യം. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോ. ഇനി മറിയ അതിനെക്കുറിച്ച് പറയുകയാണ്. 44 നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പം.
നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള തുള്ളി. അപ്പൊ നമ്മളൊരു ഹല്ലേലൂയ പറഞ്ഞ അടുത്തിരിക്കുന്നവൻ തുള്ളണം. ആരെയും ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കണം അടുത്തിരിക്കുന്നവര്. നമ്മൾ ഈ യോഗത്തിന് പോയാൽ സ്തുതിക്കുന്നവരുടെ അടുത്തിരിക്കണം. ഞാൻ പറയുന്ന വേറൊരു വാക്കാ, ചാർജ് ഉള്ളവരുടെ അടുത്ത്. ഈ ബാറ്ററിയുടെ ചാർജ് മൊബൈലിന്റെ ചാർജ് പോയാൽ പിന്നെ മൊബൈലിനകത്ത് 36 ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷെ ചാർജ് പോയാലോ? മറിയ നല്ല ന്യൂജന, പുതിയ വിശ്വാസിയ. എലിസബത്ത് ഓൾഡ് ജന്ന. ഇത് രണ്ടും കൂടെ അടി കൂടിയിട്ട് കാര്യമില്ല, ഇത് രണ്ടും കൂടെ ഇടക്കി പോളോ. ന്യൂജൻ ഓൾഡിനെ കുറ്റം പറയാ, ഓൾഡ് ന്യൂയെ കുറ്റം പറയാ. പക്ഷെ ഇവിടെ ഈ എലിസബത്ത് ഭയങ്കര പരിചാരമുള്ള ഒരു അമ്മച്ചിയാണ്. ഈ ഓൾഡിന്റെ ന്യൂയുടെ ഇടയിൽ നിന്നു. ഓൾഡ് അവിടെ കിടപ്പുണ്ട്, നമ്മുടെ സക്രിയാച്ചൻ. കുറച്ചു നാളായിട്ട് മിണ്ടാട്ടമില്ല, സ്ലേറ്റിൽ എഴുത്താം. ഒരു ഗ്ലാസ് ചായ വിത്തൗട്ട് എഴുതിയാ കാണിക്കുന്നു. അറിയാമല്ലോ അല്ലേ? അതാ ഓൾഡ് ജനറേഷൻ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, കുറ്റം പറയല്ല. എന്നാ മറിയോ ഗർഭിണിയാണ്, ഛർദിലുണ്ട്. പക്ഷെ ബന്ധപ്പെട്ട് മലനാട്ടിൽ വന്നു. എന്തിനാ? അഭിഷേകമുള്ള ഒരാളെ കണ്ടിട്ട് ഇതൊന്ന് പറയാനാ. എന്റെ പൊന്നു മക്കളെ, പൊന്നു സഹോദരന്മാരെ, സ്പിരിച്വൽ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ പോലും നമുക്ക് ആളില്ലെന്നേ. പങ്കുവയ്ക്കാൻ ഒരാൾ വേണ്ടേ? ഇതുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ മേരി ഇത്ര ദൂരം ട്രാവൽ ചെയ്തു. 39-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എഴുന്നേറ്റ് മലനാട്ടിൽ ബന്ധപ്പെട്ട് ചെന്നു. ഗർഭിണിയാ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, വൊമിറ്റിങ് കാണും, ഞാൻ അങ്ങനെ ഊഹിക്കുന്നു. കാരണം നമുക്കും പിള്ളേരൊക്കെ ഉള്ളതാ. പക്ഷെ ചെന്നിട്ടുണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ആ ഗേറ്റിലോട്ട് പിടിച്ചിട്ടോ അല്ലേ എന്ന് പറഞ്ഞു. വന്ദനസ്വരം എന്ന് പറഞ്ഞാൽ ദൈവമക്കള് കാണുമ്പോ എന്നാ പറയുന്നു? അത് തന്നെ, പ്രൈസ് ദി ലോർഡ്. ഇതങ്ങ് കേട്ടപ്പോ ഉണ്ടല്ലോ എലിസബത്ത് ഒരു ഒറ്റ ചാട്ടം. ഞാൻ എന്റെ ഭാവന പറയുക, എലിസബത്തൊക്കെ ആത്മാവിലായി. അങ്ങനെ മിറ്റത്ത് നിന്ന് 2 സഹോദരിമാരും ഒരു കുഞ്ഞിക്കാരെ കൊച്ചും കൂടെ തുള്ളലും ചാട്ടുക. അപ്പുറത്തെ സീനിയറായ അപ്പച്ചനുണ്ട്, മിണ്ടാട്ടമില്ല, മിണ്ടാൻ പറ്റാതെ ആയിപ്പോയി. അപ്പച്ചന് നല്ല വചനനിശ്ചയമുള്ള ആളാണ്, കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ എന്തോ ഒരു തട്ടുകേട് പറ്റിയിട്ടുണ്ട്. ആർക്കും അറിയത്തില്ല, എവിടെയോ ഒരു തട്ടുകേട് പറ്റി. പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ, പറയാനും മേലാതെ ആയിപ്പോയി. ഒരു കാലത്ത് എങ്ങനെ നിന്ന ആളാന്നറിയോ? അപ്പൊ എലിസബത്ത് ഇതിന്റെ ഇടയിൽ നിന്നു. നീ ഇപ്പൊ ഇന്നലെ ഇങ്ങോട്ട് വന്നവളല്ലേ മോളെ, കൂടുതൽ തുള്ളണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ തീ അവിടെ വെച്ച് കെട്ടുപോയി. ശരിയാണോ ഞാൻ പറഞ്ഞത്? എലിസബത്ത് രണ്ടിനും കൂടെ കൂട്ടിയിണക്കി. എലിസബത്ത് പറയുന്നത് എന്നാന്നറിയാവോ? നീ അനുഗ്രഹിക്കപ്പെട്ടവളാ. നിന്റെ വായിന്ന് ആ ഹല്ലേലൂയ ഇങ്ങോട്ട് കേട്ടപ്പോ എന്റെ പൊന്നുമോളെ എന്റെ ശരീരം കോരിത്തരിച്ചു. എന്റെ അകത്ത് കൊച്ചു കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. എന്റെ പൊന്നുമോളെ, നീ ഒരു സംഭവം തന്നെയാ കേട്ടോ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഐ റെസ്പെക്ട് യു. പ്രായം നോക്കാൻ പറട്ടെ, ആ അഭിഷേകം നോക്ക്. എന്നിട്ട് ഒരു വാക്കൂടെ പറയുകയാണേ, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാവുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വാക്യം 45. അത് പറയുമ്പോ ഒരു കാര്യം പറയാതെ പറയും. പറയാതെ പറയാന്ന് കേട്ടിട്ടില്ലേ? അതെന്നാന്നറിയാവോ? എന്റെ പൊന്നുമോളെ, വിശ്വസിക്കാൻ പറ്റാതെ ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങളുടെ അച്ചായൻ.
അങ്ങേരോട് ഇതുപോലെ തന്നെ ഗബ്രിയേൽ പറഞ്ഞതാ. പക്ഷെ പുള്ളിക്കാരന് വിശ്വസിച്ചില്ല. അത് കാരണം ദേ കിടക്കണം. നീ എന്റെ പൊന്നുമോളെ വിശ്വസിച്ചത് കാരണം ഇതൊരു പവറാടി പിള്ള നിനക്ക്. ഞാൻ ഇവിടുത്തെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ന്യൂജൻ കൊച്ചിനെ അംഗീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് എലിസബത്ത് അമ്മച്ചിക്കുണ്ടായിരുന്നു. സക്രിയാച്ചായൻ പുറത്തേക്ക് വന്നതായിട്ട് കാണുന്നില്ല, അകത്തുണ്ട്. സക്രിയാച്ചായന് മനസ്സിനൊരു ഭാരമുണ്ട്, കാരണം ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പ്രൈസ് ലോർഡ്. അഭിഷേകമുള്ളൊരു തലമുറ, അഭിഷേകം നഷ്ടപ്പെട്ട ഒരു തലമുറ, രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു കാലമാണിത്. രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു കാലമാണിത്. ചെറുപ്പക്കാർ ഉണരണം. രാഷ്ട്രീയം കളിക്കാനല്ല, അഭിഷേകത്തിന് വേണ്ടി ഒരു തലമുറ എഴുന്നേൽക്കണം. നേതാക്കന്മാർക്ക് വേണ്ടി കൊടി പിടിക്കാനല്ല, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളോടുകൂടെ ലോക സുശേഷീകരണത്തിന് വേണ്ടി ചെറുപ്പക്കാർ എഴുന്നേൽക്കണം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. നാളെ തുടരാം ദൈവം അനുവദിച്ചാൽ. എന്തൊക്കെ പറഞ്ഞു? ആത്മാവിനാലുള്ള ജനനം, ആത്മനിറവ് അല്ലെങ്കിൽ ആത്മസ്നാനം, 3 ആത്മ നടത്തിപ്പ്, 4 ആത്മനിയന്ത്രണം ആണ്. 3 ആത്മനിയന്ത്രണം, 4 ആത്മ നടത്തിപ്പ്, 5 ആത്മശക്തി. ആത്മശക്തിയിൽ എപ്പം നിൽക്കുന്നത് കർത്താവിനെ വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ആത്മശക്തി, ആ ശക്തിയെ കുറിച്ച് ഒന്ന് ധ്യാനിച്ച എല്ലാവരും. ശരീരത്തിലൂടെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തില്, നിങ്ങളുടെ ആത്മാവില്, നിങ്ങളുടെ ശരീരത്തില് ആ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ഓ ജീസസ്, ഇതേ ശക്തിയല്ലേ പണ്ട് ഫിലിപ്പിയയിലെ ജയിലിനകത്ത് വ്യാപരിച്ചത്? അത് വ്യാപരിച്ചപ്പോഴല്ലേ ചങ്ങലകളൊക്കെ പൊട്ടി താഴെ വീണത്? ഇന്ന് രാത്രി സൂമിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആ ശക്തി നിങ്ങളുടെ മേലൊന്ന് വന്നാൽ എന്തെങ്കിലും ചിലത് പൊട്ടി താഴെ വീഴില്ലേ? ഒരു ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. കരങ്ങളെ തട്ടാൻ കഴിയുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. കരങ്ങൾ ഉയർത്താൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കോ. കുഞ്ഞുങ്ങളൊക്കെ വാ തുറന്ന് പറ, കർത്താവേ ആത്മശക്തി അയക്കണമേ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ. യെസ് പ്ലീസ്. ശക്തിയോടെ നൽവരങ്ങൾ നിത്യവും നമ്മുടെ കൊയർ റെഡിയാണോ? കൊയർ റെഡിയാണോ? ആ പാട്ട് പാടാമോ? Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. പ്രിയ കർത്താവേ, ഈ ജനത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു ആത്മശക്തിയുടെ അനുഭവം വാസ്തവമായി ഞങ്ങൾക്ക് വേണം കർത്താവേ. ഈ തലമുറയിൽ ഉപദേശ നിശ്ചയമുള്ള, വചനമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയിൽ ഞങ്ങളെ കൊണ്ടുവന്നു. ആത്മശക്തിയുടെ ഒരു കുറവ് ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ഞങ്ങളെ കുഞ്ഞുങ്ങള്, ഞങ്ങളുടെ പ്രായമുള്ളവർ എല്ലാവരും ആത്മനിറവിലേക്ക്, നിയന്ത്രണത്തിലേക്ക്, ശക്തിയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടവരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ.